നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇഫ് ദെൻ സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ദിവസം നമുക്ക് ഇഫ് ദെൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് പറയാം. നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഇഫ് ദെൻ സ്ട്രാറ്റജി കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുന്നാണ് പറയപ്പെടുന്നത്. സോ ഇഫ് ദെൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 എക്സാമ്പിൾ തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യും, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യും, ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഞാൻ ഭയങ്കര ടയർഡാണ്, ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു എനർജി ഒന്നും എനിക്കില്ല എന്ന് കാണുന്ന സമയത്ത്, അങ്ങനെ തോന്നുന്ന സമയത്താണ് നമ്മൾ ഇഫ് ദെൻ സ്ട്രാറ്റജിനെ കളത്തിലിറക്കേണ്ടത്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം, ഓക്കെ ഇന്ന് ജിമ്മിന് പോകാനുള്ള ഒരു എനർജി ഒന്നും എനിക്കില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും, വീടിന് ചുറ്റും ഒരു 10 മിനിറ്റ് നടക്കും. ഗോട്ട് ഇറ്റ്? ഇഫ് ഐ ആം ടു ടയേർഡ് ടു വർക്ക്ഔട്ട് ദെൻ ഐ വിൽ ഗോ ഫോർ എ വാക്ക്. അങ്ങനെ ഒരു ഇഫ് ദെൻ സ്ട്രാറ്റജി ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ഉണ്ടാക്കി വെക്കാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ഫോണൊക്കെ കാരണം ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതിനൊക്കെ മുന്നേ നിങ്ങൾ എന്താ പറയാ, ഫോണിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആയി പോവുകയാണെങ്കിൽ ഞാനൊരു 30 മിനിറ്റ് ഫോക്കസ് ടൈമർ ഒക്കെ വെച്ചിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഒബ്സ്റ്റക്കിളിന് മുന്നേ കാണുകയാണ്, എന്നിട്ട് അതിനുള്ള സൊല്യൂഷനും കൂടെ കാണുകയാണ്. അതാണ് ഇഫ് ദെൻ സ്ട്രാറ്റജി. ഇനി ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടാസ്ക് ഒക്കെ ചെയ്യാൻ മുന്നേ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി കൂടെ ഓർത്ത് വെച്ചു.